എടാ കുട്ടാ, എടാ കുഞ്ഞുണ്ണി, എടാ മൂക്കൂത്തി വീഴും. ഇങ്ങനെ തൂങ്ങാതെ ഇതൊക്കെ താഴത്തേക്ക് എടുത്തു വെച്ച് അവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ? സാറ് വന്നില്ലേ? വന്നെങ്കിൽ കണ്ടൂടെ? മണി 12 കഴിഞ്ഞല്ലോ. ഒരുമാതിരി വല്ലാത്ത ഇടപാടായിപ്പോയി. ഇത് വരട്ടെ, കുറച്ച് നാളായി തുടങ്ങിയിട്ട്. ഇന്നത്തോടെ ഈ പരിപാടി ഞാൻ നിർത്തിക്കും. ഏതാ കച്ചേരിയോ? അല്ല, ഈ കച്ചേരി കഴിഞ്ഞിട്ടുള്ള സർക്കീറ്റും പരിപാടി വേണ്ട വേണ്ടാന്ന് വിചാരിക്കും തോറും കൂടിക്കൂടി വരിക. നമ്മളിങ്ങനെ ചുമ്മാതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം വരുമ്പോൾ നേരിട്ട് പറയണം. ഞാൻ പറയും. എന്താ ഞാൻ പറഞ്ഞ കേൾക്കില്ലേ? എത്ര വലിയ സംഗീതജ്ഞനായാലും എന്റെ മുഖം ഒന്നും മാറിയാണ്ടല്ലോ ഇപ്പോഴും വിറയ്ക്കും. അത് ഏട്ടനും അതെ, അനിയനും അതെ. പക്ഷെ അമ്മാമ്മയുടെ മുഖം മാറില്ല എന്ന് മാത്രം അല്ലേ? നീ ഉറങ്ങിയില്ലായിരുന്നു? അമ്മാമ്മയ്ക്ക് കർശനായിട്ട് ഏട്ടനോട് പറഞ്ഞാൽ എന്താ? അതിപ്പോ നിനക്കും പറഞ്ഞൂടെ? എനിക്ക് പറയണതിന് ഒരു പരിധിയുണ്ട്. അമ്മാമ്മയ്ക്ക് ശാസിക്കാം, എനിക്ക് അതിന് പറ്റുമോ? അത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഗോപി. പക്ഷേ ആ നടപ്പും ഭാവവും ചിരിയൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ അച്ഛനെ ഓർമ്മ വരിക. കച്ചേരിക്കല്ലാതെ അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ഇരുന്നിട്ടില്ല. എവിടെ ചെന്നാലും ആരാധകർ, എത്രയെത്ര പ്രലോഭനങ്ങൾ, അതും വലിയ വലിയ ആളുകളുടെ. ഒന്നിലും വീണിട്ടില്ല. സംഗീത ഈശ്വരനായിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ മോൻ. ഈശ്വരോ രക്ഷതും. താളം സേവിക്കുന്നവരല്ലേ, അവിടെ സംഗീതം ഉണ്ടാകാനേ പാടില്ലല്ലോ. അപ്പോ അതൊന്നും അല്ല സത്യം. ഈ ഓരോ നാട്ടിലെ ആചാര മര്യാദകൾക്കനുസരിച്ച് ഓരോ വിശ്വാസങ്ങൾ. അതാണ് അതിന്റെ ശരി. പരിപാടിക്ക് മുമ്പ് തന്നെ മൂക്കറ്റ മദ്യപിക്കുന്ന എത്ര വലിയ വലിയ പാട്ടുകാരെ ഞാൻ കണ്ടിരിക്കുന്നു. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മദ്യം നമുക്ക് സേവിക്കാനുള്ളതാണ്, അത് നമ്മളെ സേവിക്കരുത്. അത്രേ ഉള്ളൂ. ഈ നാട്ടിൽ കലാകാരന്മാർ ആര് വന്നാലും ഞാൻ അവരെ ശരിക്കും ട്രീറ്റ് ചെയ്ത് വിടും. കലാകാരൻ നാടിന്റെ പൊതുസ്വത്താണ്. നമ്മൾ അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഇപ്പോ ദേ ഈ കാശൊന്നും കമ്മിറ്റിക്കാർ എനിക്ക് തരാൻ പോണില്ല. എന്റെ പോക്കറ്റിൽ നിന്ന് പോവും. പോകട്ടെ, കലയ്ക്ക് വേണ്ടിയല്ലേ. ആ ആത്മസംതൃപ്തി മതി. ഞാൻ നിർത്തി. ഇന്നിത്തിരി കൂടി. ഒരു കുപ്പി 3 ആൾ കുടിച്ചിട്ട് പിന്നെയും ബാക്കി വന്ന ശാപം കിട്ടും. നമുക്കിത് ഫിനിഷ് ചെയ്യാം. അല്ല, എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്തിട്ടെന്ന് നമുക്കൊന്ന് ശരിക്കും കൂടിയിട്ട് പോയാൽ മതി. അത് പറഞ്ഞാൽ ശരിയാവില്ല. അനുജനും അമ്മാവനും ഒക്കെയാണ്. അമ്മാവനോ? പല്ലാവൂർ പരമേശ്വരൻ നായരെ അറിയില്ലേ? മൃദംഗ ചക്രവർത്തിയാണ്. സ്വന്തം അമ്മാവനാ. അമ്മാവൻ മാത്രമല്ല, ഗുരുസ്ഥാനമുണ്ട്. അച്ഛനും മൃതകം വായിച്ചിരുന്ന അമ്മാവനാ. ഓഹോ, അപ്പൊ അച്ഛനും ഇത് തന്നെയായിരുന്നു ജോലി? താൻ ഏത് നാട്ടുകാരനാടോ? പയ്യന്നൂർ ദേവനാരായണ നമ്പൂതിരി എന്ന് കേട്ടിട്ടില്ലേ? ആരാ അത്? സത്യം പറഞ്ഞ ഇല്ല. നമ്മൾ ഈ കച്ചവടമായിട്ടൊക്കെ നടക്കുന്നതിനിടയില് കലയായിട്ട് അങ്ങനെ ഒരു ബന്ധം. ആടുണ്ടോ അങ്ങാടി അറിയുന്നു. ഇടോ, അങ്ങനെ ഒരു പ്രതിഭ ഇവിടെ ഉണ്ടായിട്ടില്ല. ആഹാ, എന്നാ അടുത്ത കൊല്ലം മൂപ്പരുടെ കച്ചേരി മതി. എന്താ? അതിന് മരിച്ചുപോയി തന്റെ തന്ത വിചാരിക്കണം. ഇടോ, അദ്ദേഹം മരിച്ചിട്ട് 10-15 കൊല്ലായി. ഓഹോ, കഷ്ടമായി പോയി. തീരാ നഷ്ടം. ഇനി ഇവിടെ ഇരുന്ന സന്തോഷമായിട്ട് പിരിയാൻ പറ്റില്ല. എന്തോ അങ്ങനെയാ. അമ്മായി, അപ്പുറത്തെ വീട്ടിൽ പുതുതായി താമസിക്കാൻ വന്ന ആളില്ലേ, ഒരു പെട്ടത്തലേൻ, അയാൾക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? അമ്മായി പാടുവോ, ഡാൻസ് ചെയ്യോ? പിന്നെ ഇവിടെ ഓരോരുത്തർക്ക് എന്തൊക്കെ അറിയാം? പാലും കൊണ്ട് ചെന്ന 1 മണിക്കൂർ ചോദ്യങ്ങളാ. നല്ല ഭംഗിയുണ്ട്. ഇത് തുണി കഴിയുമ്പോ എനിക്ക് തരണം കേട്ടോ. അപ്പോ വായിക്കാനും പഠിക്കാനും ഒന്നും ഇല്ലേ നിനക്ക്? പാല് കൊണ്ട് കൊടുക്കാൻ 1 മണിക്കൂറാ ചെക്കന്. പെൺപോലീസ്. എന്റെ രാധേ, നേരം വെളുത്തപ്പോ തന്നെ തുടങ്ങിയോ തുന്നലും അഴിക്കലും? നീ അടുക്കളയിലോട്ട് ചെല്ലേ. ഏടത്തി തനിയെ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ നീ? അച്ഛാ, ചൂടുവെള്ളം കുളിമുറി വെച്ചിട്ടുണ്ട്. കുട്ടികൾ വന്നില്ലേ ദേവു? ഇല്ല, രാത്രി തന്നെ എത്തുമെന്ന് പറഞ്ഞതാ. കാത്തിരുന്ന് രമണി ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ആ പെണ്ണെന്തിയേ? അവളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നല്ലോ. അപ്പുറത്തെങ്ങാനും ഉണ്ടാവും.
ഇങ്ങനെ ഒരു മടിച്ചി ഉടുത്തൊരുങ്ങി നടക്കാനല്ലാതെ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാ. കയ്യിലൊരാവി കൊള്ളോ തീപ്പൊരി വീഴുകയോ ചെയ്താ അത് മതി ഏട്ടന്മാർക്ക്. അവളെ കൊണ്ട് പണിയെടുപ്പിക്കണോ കഷ്ടപ്പെടുത്തണോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത മുഴുവൻ എനിക്കാവും. പെൺകുട്ടികളായാൽ എന്തെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? നാളെ ഒരു കുടുംബത്തിൽ എന്ന് കയറുമ്പോ അടുക്കളപ്പണി എടുത്തു കൊടുക്കാൻ ഈ ഏട്ടന്മാര് ചെല്ലുവോ? വന്നും തോന്നണം. അമ്മായി ഇതൊന്ന് നോക്കിയേക്കണേ. ഇതങ്ങോട്ട് വെക്കേ. ശരി സാർ. ആ രാത്രി കാണാണ്ടായപ്പോ ഏട്ടത്തി പരിഭ്രമിച്ചോ? ഏയ് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. ഉവ്വ് രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. എനിക്ക് അറിഞ്ഞൂടെ അവളെ. അച്ഛാ ഒരു ചായ കുടിച്ചിട്ട് പോവാം. ചായയൊക്കെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഇനിയിപ്പോ എന്തൊക്കെ ബഹളം ഉണ്ടായിട്ടുണ്ടാവോ? പോവാടോ. കയറാതെ രണ്ടാളും നിന്ന് കുശൂശിക്കണേ. ഏയ് ഇന്നലെ പറ്റേ ആന ഇടഞ്ഞില്ലേ? അയ്യോ, എന്നിട്ട് ഇത് പ്രശ്നമൊന്നും ഉണ്ടായില്ല. കച്ചേരി തുടങ്ങുമ്പോ 2 മണി. എന്താ എന്താ അച്ഛാ ആന ഇടഞ്ഞൂന്ന്. എന്നിട്ടൊന്നും പറയണ്ട എന്റെ മുത്തശ്ശ. ഗോപി ഒന്ന് പറഞ്ഞു കൊടുക്കും. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയാ? എനിക്ക് കുളിച്ചിട്ട് വല്ലോ കഴിക്കണം. എന്നിട്ടമ്മ കഴിക്കാൻ ദോശയുണ്ട്. എന്നിട്ട് ആനയെ തിളച്ചോ ഗോപി? ആന മുത്തശ്ശ, എനിക്ക് ഓഫീസിൽ പോയ സമയം ഞാൻ വന്നിട്ട് പറയാം. ഏതാനയായിരിക്കും? ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ഗോപിയേട്ടാ. അമ്മേ, അമ്മേ, അമ്മേ. എന്താ എന്ത് പറ്റി? ഞാൻ അമ്മയെ വിളിച്ചതാ പോവാന്ന് പറയാൻ. അതിനിങ്ങനെ തൊണ്ട കയറി വിളിക്കണോ ആഫത്തെ? ഓ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു എന്തോ അത്യാഹിതം സംഭവിച്ചു. അല്ല, ഗോപിയേട്ടൻ പോയി. അതിനെന്താ, തന്നെ പോകാൻ നിനക്ക് വഴി അറിയില്ലേ? എന്നാ വേഗം ചെല്ലടേ. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഒന്ന് മയക്കം പിടിച്ചതാ, അതും പോയി. ഞാനിവിടെ ഓഡിറ്റിങ്ങിന് വന്നതാണ്. സ്വന്തം നാട് പിറവം. സാർ ഇവിടെ ഫാമിലി ആയിട്ടാണോ? ഒറ്റയ്ക്കാണ്. അമ്മയും മുത്തശ്ശനെയും പരിചയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ വീട് കിട്ടിയത് ഭാഗ്യമായി. കാരണം കുറച്ചുനാൾ കല്ലൂർ രാമനാഥന്റെ അയൽവാസിയായിരുന്നെന്ന് വീമ്പ് പറയാമല്ലോ. ഇത്രയ്ക്ക് ഗമ പാടില്ല കേട്ടോ. വിളിച്ചൊന്ന് തിരിഞ്ഞോക്കെങ്കിലും ചെയ്തൂടെ? അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈടായിട്ട് ഒരു മൈൻഡും ഇല്ല. കസിനാണ്, അമ്മാവന്റെ മകൾ. എന്ന് വെച്ചാൽ മുറപ്പെണ്ണ അല്ലേ? അതെ. നിങ്ങൾ സംസാരിക്കും. ദേവി, കുറച്ച് മാനേഴ്സ് ഒക്കെ വേണം. ഒരാളുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാ കൊഞ്ചല്. അയാൾ എന്ത് വിചാരിക്കും? ഓ, അയാളോട് പോകാൻ പറഞ്ഞു. നല്ല തിരക്കാ. നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ അടുത്ത വണ്ടിക്ക് വന്നാൽ മതി. നിനക്ക് തോന്നിയ സമയത്ത് കോളേജ് ചെന്നാൽ മതി. ഇത് 10 അടിക്കുമ്പോ സീറ്റിലുണ്ടായില്ലെങ്കിൽ ചുവന്ന വഴിക്ക് ആബ്സെന്റ് മാർക്ക് ചെയ്യും. അത്ര ചെറ്റയാ സൂപ്പർ. ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ഒന്ന് നിർത്തണേ. ആ, കലാകാരൻ എത്തിയല്ലോ. ഇന്നലെ ഉണ്ടായിരുന്നോ പാട്ട് കച്ചേരി? സൂപ്രണ്ടിനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? പാട്ട് കച്ചേരി നടത്താനാവും. സർ, എന്താ? സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. തന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. താൻ എന്ത് വിചാരിച്ചായി കളി? സാർ, ഇന്നലെ ഏട്ടന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. തന്റെ ഏട്ടന്റെ പ്രോഗ്രാം അനുസരിച്ചൊന്നുമല്ല എന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത്. ഒരു അർജന്റ് ഫയല് രാവിലെ കൊടുത്തയക്കാൻ പറഞ്ഞ RDO. ഞാൻ എന്ത് എക്സ്ക്യൂസ് പറയും? തനിക്ക് പാട്ട് കച്ചേരിയാ വലുത്. താൻ ആരാ, യേശുദാസോ? സാർ ഇത്ര ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഹാഫ് ഡേ ലീവ് എഴുതി തരാം. ലീവോ? ഞാൻ ലീവ് തരുന്നില്ലെങ്കിലോ? സാറ് തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ എടുക്കുകയല്ലേ ചെയ്യണത്. തന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അത്രല്ലേ ഉള്ളൂ. തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. ലീവ് തരാതെ എനിക്ക് ഇന്ന് ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. എന്റെ പെർമിഷൻ ഇല്ലാതെ ഓഫീസ് കാര്യത്തിന് RDO കാണാൻ പറ്റില്ല. RDO ആരാ? ദൈവോ? കാണാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ദൈവമാണോന്നോ? ആ വരട്ടെ, ഞാൻ നോക്കിക്കോളാം. ആ ആ ആ വരാൻ പറ സാർ. ആ ശരി ശരി. ആ ഞാൻ ചോദിക്കാം. ഓക്കെ. നിന്നെ കുറിച്ചുള്ള കംപ്ലൈന്റാ സൂപ്രണ്ട്. നീ എന്താ ഓഫീസിൽ ഇങ്ങനെ റബലാവുന്നേ? സാർ, ഞാൻ ഒരു അരമണിക്കൂർ താമസിച്ചു.
ലീവ് എഴുതി വെക്കാന്ന് പറഞ്ഞിട്ട് അയാൾ സമ്മതിച്ചില്ല. ആ നേരി, എന്നെ കുറിച്ച് നീ എന്തോ അപമര്യാദയായി സംസാരിച്ചു എന്ന് കേട്ടു. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഏയ്, അയാൾ പറഞ്ഞുകൊണ്ട് വെറുതെ ചോദിച്ചതാ. നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്ന് ഞാൻ അറിഞ്ഞൂടെ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സാർ. പരിചയം കൊണ്ട് മുതലെടുക്കാന്ന് ആർക്കും തോന്നണ്ട. നിനക്ക് ഒപ്പിടണ്ടേ? ഞാൻ ഹാഫ് ഡേ ലീവ് എഴുതിക്കോളാം. പിന്നെ ലീവ് വാശി തീർക്കാനുള്ളതല്ലേ? ആ സൂപ്രണ്ട് എന്ന് കണക്ക്. ആ ആരുടെയോ വന്നു, ഇവിടെ ഉണ്ട്. ആ അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് കൊടുത്തേച്ചേ. എടാ, എല്ലാ സർക്കാർ ഓഫീസിലും ഉണ്ട് ഇതുപോലുള്ള അസൂയ. പണ്ട് വില്ലേജ് ഓഫീസിൽ ക്ലാർക്കായിരുന്നപ്പോ കുറച്ച് നാടകമൊക്കെ കളിച്ച് കിടന്ന് എന്നെ ഇട്ട് തട്ടിയ തട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ IAS കിരീടം തലേ കയറിയ പിന്നെ നാടകവും കലയും എല്ലാം പോയി. ഇന്ന് ഉച്ചവരെ ഞാൻ ഫ്രീയാ. അതുവരെ നിനക്ക് ഇവിടെ ഡ്യൂട്ടി. നമുക്കല്പം സംഗീതവും കലയും ഒക്കെ ആവാം. ഇതാ, ഇന്ന് ഉച്ചവരെ വിസിറ്റേഴ്സ് ആരും വേണ്ട, ഞാൻ വളരെ ബിസിയാണ്. ശരി സാർ. സ്വാമിനാഥ പരിപാലയാശുമാ. ഒന്നിക്കൂ. ദീപാരാധന തൊഴുത സുഖമുണ്ടിപ്പോ. ഭാഗ്യം. എന്താ കുട്ടിയുടെ പേര്? ഞാൻ അറിയുന്ന തെറ്റുണ്ടോ? ആ വിജയനാ, വാ കയറിയിരിക്കേ. ഇല്ല, ഇരിക്കുന്നില്ല. ഞാൻ നാട്ടിലേക്കൊന്ന് പോവാണ്. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ. അതുകൊണ്ട് നാളെയും മറ്റന്നാളും പാല് വേണ്ട. അമ്മോടൊന്ന് പറഞ്ഞേക്കാം. ഇറങ്ങട്ടെ. ആരാ വീണു വായിക്കുന്നേ? അത് അനിയത്തിയാ, രാധ. അനിയത്തിയും പാടുമോ? ഇല്ല, അവൾ സംസാരിക്കില്ല. സോറി, എനിക്കറിയില്ല. ഏയ് സാരല്ല. ഞാൻ ഇറങ്ങട്ടെ. ആഹാ, നീ ഇവിടെ രക്ഷപ്പെട്ടിരിക്കുക. മിനിഞ്ഞാന്ന് എത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് കളിച്ചു വാങ്ങിയത്? ചെന്ന് ഏട്ടത്തെ വിളിച്ചോട്ടോ, നമുക്കൊരു കൈ നോക്കാം. കള്ളക്കളി കളിക്കല്ലേ. പോടാ അവിടുന്ന്. അമ്മയുടെ കളി. അതെ, ലൈനിൽ ഫുള്ളായിട്ട് വെച്ചടിക്കേ. അമ്മായി ദേ റെഡ് വെത്ത്. ഇനി ഒരു അരമണിക്കൂർ ഇവള് തനിച്ച് കളിച്ചോളൂ. നമുക്ക് വല്ലതും സംസാരിച്ചിരിക്കാം. എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആനക്കഥ കെട്ടുകഥയോ സത്യമോ? ആനക്കഥയോ? ഏതാന? ഓ, കച്ചേരി. അത് കെട്ടുകഥയൊന്നുമല്ല, മതം പൊട്ടിയതാ. പ്രശ്നമായി പോയനെ. പിടിയാനയായത് ഭാഗ്യം. വേഗം തളച്ചു. ഒന്ന് വേഗം കളിക്ക്. കോൺസെൻട്രേഷൻ കളയല്ലേ, കളിക്കട്ടെ. പിടിയാനയ്ക്ക് മതം പൊട്ടുവോ? പിടിയാനയ്ക്ക് മതം പൊട്ടില്ലല്ലേ. പിടിയാനയാണോ കൊമ്പനാണോ എന്നിപ്പോ ഒരു സംശയം. ഏട്ടത്തിയോട് വേണോ ഗോപി ഈ വേഷം കെട്ടില്ലേ? നീ ജനിച്ച അന്ന് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതല്ലേ. ഏട്ടത്തിയോട് പറയണമെന്ന് വിചാരിച്ച ഏട്ടൻ ചില വേണ്ടാത്ത ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ പറയാം. എനിക്കറിയാം ഗോപി, കുറെ നാളായിട്ടറിയാം. ആദ്യമൊക്കെ ദശമൂലാഷ്ടമാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെയാ മനസ്സിലാവണത് അരിഷ്ടത്തിൻ്റെ കൂടെ ചേർക്കണത് വേറെയാ. പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. അമ്മയുടെ കളി എന്താ? ഒന്നുമില്ലടാ. റെഡ് എവിടെ? റെഡ് അതെപ്പോഴേ അടിച്ചിട്ടു.
പിന്നെ ഇനി കളിച്ചിട്ട് എന്ത് കാര്യം? ദേ അച്ഛൻ വരണു. കളിയേ ഉള്ളല്ലോ ഇവിടെ. നാളെയും മറ്റന്നാളും ഹോളിഡേ. ഓ അപ്പൊ 2 ദിവസത്തേക്ക് പുസ്തകം തുറക്കേ വേണ്ട. ഈ കളിച്ച് കളയുന്ന സമയം സാധകം ചെയ്തോളൂ നിനക്ക്. നാളെ വെളുപ്പിനെ എഴുന്നേറ്റ് ചെയ്യണം. നാളെ ഹോളിഡേ ആയതുകൊണ്ട് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. എത്ര ഹോളിഡേ ഞാൻ കണ്ടതാ. ഈ സർക്കാർ ഉദ്യോഗം കിട്ടിയ പിന്നെ കച്ചേരി കേറ്റുപാടുമ്പോഴല്ലാതെ ഇവൻ പാടുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഏട്ടത്തി, ഇന്നാളെ ഞാൻ പാടിയില്ലേ വെളുപ്പിനെ 2 മണിക്കൂർ നേരം. എന്തിനാടാ വെറുതെ അവളെ കൊണ്ട് നുണ പറയിക്കുന്നത്? അപ്പോ പോയി അച്ഛമ്മയെ മുത്തശ്ശനെ വിളിച്ചോണ്ട് വാ. സംഗീതം പിച്ചിളക്കിണ്ണം പോലെയാണ്. ദിവസവും തുടച്ച് വെടുപ്പാക്കി വെച്ചാൽ അത് തങ്കം പോലെ തിളങ്ങും. ഇല്ലെങ്കിലോ ക്ലാവ് പിടിച്ച് കറുത്ത് വൃത്തികേടാവും. പിന്നെ അതൊട്ട് വൃത്തിയാക്കാനും പറ്റില്ല. ഏട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ തൊഴിലായിട്ട് സർക്കാർ ജോലി മതിയെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷെ ഇതൊരു വാസനയാണ്. തലമുറകളായിട്ട് സരസ്വതി കടാക്ഷം കൊണ്ട് കിട്ടിയ വരദാനം. അത് അച്ഛൻ എനിക്ക് പകർന്നു തന്നു, ഞാൻ നിനക്ക് പകർന്നു തന്നു. നീ വേണം അടുത്ത തലമുറയിലേക്ക് പകരാൻ. ഞാൻ ശ്രമിച്ചോളാം. ആ ചില നേരത്തെ ഇവന്റെ വാക്കും സംസാരവും കേട്ടാ തന്നെ അച്ഛനാ. മുത്തശ്ശൻ ഉറങ്ങായിരുന്നോ? എനിക്കിതുണ്ടല്ലോ 1-2 എണ്ണം. എന്നാൽ ഇതുപോലൊന്നും ഉണ്ടാവില്ല. ഇത് അമ്മയ്ക്ക്, ഇത് അമ്മയ്ക്കും മോനും, ഓ ഇത് ഉദ്യോഗസ്ഥന്. ദാ രാധ എവിടെ? ചെല്ലി. അടുത്തൊരു കുട്ടി. ഇഷ്ടായോ നിനക്ക്? നിനക്കൊന്നും വാങ്ങിയില്ലടാ. എനിക്കിതൊന്നും അല്ല, ഇത്തിരി മരുന്നാ. ദശമൂലാഷ്ടം. വയറിന് നല്ല സുഖമില്ല. ആ രമണി, ഇത് കണത്തോളൂ. ഇവന്റെ അച്ഛന്റെ സ്വഭാവം തന്നെ. കിട്ടുന്ന കാശ് മുഴുക്ക് എങ്ങനെയെങ്കിലും മുടിച്ചില്ലെങ്കിൽ ഉറക്കാൻ പറ്റില്ല. കൂട്ടി വെച്ചിട്ട് എന്താ മുത്തശ്ശ കാര്യം? ആ ഗോപി, നീ തിരിച്ചു വരുമ്പോ അമ്മാമ്മയോടെ കേറിയോ? ഇല്ല. ആ ദേവിയോടെ പരിഭവിച്ചിരിക്കുക. നീ അവളെ നോക്കി ചിരിച്ചില്ലാന്നോ, പോയപ്പോ കൂടെ കൂട്ടിയില്ലാന്നോ എന്തൊക്കെയോ പറയണ കേട്ടു അമ്മായി. അതുകൊണ്ട് അവള് കോളേജിൽ പോകാണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു അത്രേ. രമണിയെ പോലല്ല അവള്. പെട്ടെന്ന് പിണങ്ങണ സ്വഭാവാ. അതുപോലെ ഇണങ്ങുകയും ചെയ്യും. കുറച്ച് പൊരപ്പത്തര ഇവനും കൂടുതലാ. ചെറുപ്പക്കാരല്ലേ, ഇത്തിരി നേരം പോക്കൊക്കെ ആവാം. അത് ശരിയാ. എന്നാ ഞാൻ റോഡിൽ കൂടെ ഡാൻസും കളിച്ച് പാട്ടും പാടി നടക്കാം. അയ്യോ അത്രയ്ക്കൊന്നും വേണ്ടാട്ടോ. അല്ല, ആ കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോണത്? രാധയുടെ കാര്യം കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ച. അവൾക്ക് ഇനി ആര് വരാനാ? പത്രത്തിൽ ഒന്നുകൂടെ പരസ്യം കൊടുത്താലോടാ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലമ്മേ. പത്രത്തിൽ കൊടുത്തതിന്റെ വിശേഷമൊക്കെ അമ്മയ്ക്ക് അറിവുള്ളതല്ലേ. ലക്ഷങ്ങൾ എത്ര കിട്ടുമെന്നേ നോട്ടമുള്ളൂ. കണ്ണോ കയ്യോ കാലോ മൂക്കോ ഒന്നും ഇല്ലേലും വിരോധമില്ലെന്നാ. അത് പിന്നെ അങ്ങനല്ലേ ഉണ്ടാവും. സംസാരിക്കാത്ത ഒരു പെണ്ണിനെ ആരാ സ്വീകരിക്കുക? സംസാരിക്കാൻ ശേഷിയില്ലല്ലോ, അതൊരു മനുഷ്യജന്മം അല്ലേ അമ്മേ. മാടും പശു ഒന്നും അല്ലല്ലോ. മതി പറഞ്ഞത്. അവൾ അപ്പുറത്തുണ്ട്. കുളിക്കാൻ തോർത്ത് സോപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. വരൂ. ആ